അപ്പം നമ്മളെ വീടിന് ചെറിയ മിനുക്ക് പണികൾ എടുക്കുകയാണെന്ന് ഞാൻ എന്തായാലും കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മുതലുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പം ഇതാണ് ഞങ്ങളുടെ ഹാള്. അപ്പോൾ ഞങ്ങൾക്ക് 2 റൂമാണ്, ഒരു അടുക്കളയുണ്ട്, ചെറിയൊരു കുഞ്ഞടുക്കള. അപ്പോൾ ഈ ഒരു ഹാളിന് ഞങ്ങൾക്ക് കുറച്ച് ചേഞ്ച് വരുത്താനുണ്ട്. ഇവിടുന്ന് TV സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ മാറ്റണം. TV ഒരു ഷോയ്ക്ക് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛൻ വരും. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ അമ്മനെയും കൂട്ടും. അച്ഛനൊരു കമ്പനി വേണ്ടേ. ഞങ്ങൾ ആ ഒരു സൈഡ് ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലേശം പുട്ടിയിടാനുണ്ട്. അതുപോലെ തന്നെ ആ സൈഡിൽ ഞങ്ങൾക്ക് പെയിന്റ് ഒക്കെ പോയതൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാൻ ഫാൻ മാറ്റിക്കോ. പണിക്ക് വന്നാലേ എല്ലാം മാറ്റിയാണ്. പണിക്ക് വന്നാൽ വെയിറ്റ് ചെയ്ത് അതന്നെ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് പോലും നമ്മ കാണുന്നില്ല. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പ്ലാൻ പറഞ്ഞ് നിക്കണേ. പണിയെടുക്കാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാണ്ട് പ്ലാൻ കിട്ടുമോ? അതിന് അങ്ങനെയാണല്ലോ, പണിക്കാർക്ക് പ്ലാൻ കിട്ടും. മൊത്തം പ്ലാനിങ്ങിലാണ് വന്നത് തന്നെ അച്ഛൻ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മളെ പണി തുടങ്ങിയ പുട്ടി ഇടാനുള്ള പരിപാടിയാണ്. TV വർക്ക് ചെയ്തില്ല കേട്ടോ, നമുക്ക് ടിവിയുടെ ബാക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വേണ്ട. TV വർക്ക് ചെയ്യലില്ല, അതിനെ വലിച്ചെറിഞ്ഞ് കളയാൻ പോകുന്ന. കൊച്ചു തുടക്കണ്ട, ഇപ്പൊ തുടക്കണ്ട, വെറുതെ പൊടി. അയ്യോ, കമ്പയൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു കൊല്ലം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോഴേക്കും ഞങ്ങൾ TV നല്ല TV സന്തോഷമാണ്. അപ്പൊ അതങ്ങനെ തീരുമാനമായി. TV അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഒന്ന് ചേഞ്ച് ആക്കാൻ റെഡിയാണ്. അമ്മ പറഞ്ഞാലോ, മേശ എന്തായാലും ഇവിടെ ഇടാൻ പറ്റില്ല കേട്ടോ. നമ്മളെ ഈ മേശ എന്തായാലും പോയതാണ്. അതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ പൊട്ടിയിരിക്കുകയാണ്. മൊത്തം ഇങ്ങനെ കടുക് ചോരുന്ന പോലെ ഇങ്ങനെ ചോർന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മേശ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റണം. നോക്കടിക്കൊന്നും അങ്ങനെ കറണ്ടുള്ളത് എങ്ങനെ നിങ്ങൾ കത്തിക്കാനല്ലേ മാറിട്ടാ നീ മാറുന്നത്. അച്ഛൻ പൊട്ടിത്തെറിക്കോട്ടാ. ഗ്യാസാണെന്നാട്ടോ, നിങ്ങൾ രാവിലെ ഗ്യാസ് എന്ന് പറയണ്ടേ, അത് പൊട്ടിത്തെറിച്ചാ ഗ്യാസ് കയറ്റി. ആദ്യം നമ്മൾ പുട്ടിയിടാൻ പോകുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യം അടച്ചു കളയാൻ പോകുന്നത്. മൊത്തത്തിൽ അടക്കുന്നില്ല, ഈ സാധനം മാത്രം പുട്ടിയിടുന്നത്. അതിൻ്റെ ഇടയിലോട്ട് സോഫ അങ്ങ് പോയിക്കോളല്ല. ഒരു സോഫ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പാടത്രയും. ഒരു സോഫനെ കൊണ്ടുവന്ന് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് വരും സാധനം. ഇതിപ്പോ ഇതിന്റെ പണി കഴിഞ്ഞ പാടെ നിൽക്കുമല്ലോ, നമ്മൾ പണി കഴിയാത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യണത്. നമുക്ക് അവിടെ മാത്രമേ സോഫ ഇടാനുള്ള സ്ഥലമുള്ളൂ. അച്ഛൻ മാസ്ക് വേണോ? അച്ഛൻ്റെ അച്ഛൻ പൊരി മാസ്ക് ഒന്നും അച്ഛനിട്ട ചരിത്രം ഉണ്ടായിട്ടില്ല ഇതുവരെ. അല്ല ഇപ്പൊ മാസ്കിലിട്ട്. ഇവിടെ നിന്നെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഞങ്ങൾക്ക് ഒരു ടച്ചപ്പാക്കാനുണ്ട്. ഇതിനാണ് നമ്മൾ പെയിന്റ് ഒക്കെ മേടിച്ച് വെച്ചേക്കണത്. ഇത് ഇതൊന്ന് ടച്ചപ്പാക്കി എടുക്കണം. ഇടാൻ ഇത്രയേ ഉള്ളൂ. ഇതിനാണ് അച്ഛനോട് വിളിച്ചത്. ഇതവിടെ പെയിന്റ് അടിക്കാൻ, ഇതവിടെ പെയിന്റ് അടിക്കാനും ഉണ്ട്. പുട്ടി ഇരുന്നിട്ട് എന്തായാലും പുട്ടി ഇടൂലല്ലോ നമ്മൾ പുട്ടിയിടില്ല. പുട്ടിയിടുന്ന ആൾക്കാർക്ക് പറ്റിയതില്ല. അത്രേ ഉള്ളത്. ഇതുകൊണ്ടത്തെ കരയേ ഉള്ളു. ഇങ്ങനെ കണ്ട, ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഹാള്. അപ്പം നമ്മൾ ഈ ഹാളിനെ ഒന്ന് മാറ്റി പിടിക്കാൻ പോവുകയാണ്. കണ്ട, അച്ഛൻ്റെ ഐഡിയ ഉണ്ടായി ബുദ്ധി വിമാനമാണെന്ന്. പണിയെടുക്കാൻ വരുമ്പോ അമ്മനെ കൂട്ടുന്നതിന് അമ്മ പറയുന്നത് ഞാൻ വരേണ്ട ഒരു കാര്യമില്ല. അത് സാറില്ല, അമ്മ ഉണ്ടെങ്കിൽ അച്ഛനൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അല്ലെ അച്ഛൻ മൂടൊപ്പം എല്ലായിടത്തും പണിക്ക് പോകുമ്പോ എന്താന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വരുമ്പോ അമ്മ ഉണ്ടെങ്കിൽ സാറില്ല. നാളെ ഇനി ഈ പണിയെല്ലാം അങ്ങോട്ട് കഴിഞ്ഞിട്ട് നാളെ പോവാം. വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ എപ്പ പോവാനല്ലെങ്കിൽ ഇനി ഇന്ന് പോവാൻ കഴിയില്ല. ഇവിടെ ബസ്സില്ല. അച്ഛൻ നാളെ ഇവിടുത്തെ പണി ചെയ്യാണ്ട് അച്ഛനെ വിടൂല. ഇവിടുത്തെ പണി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസമാണ്. ഇവിടെ 2 ദിവസമാണ് പണിക്ക് വന്നു കഴിഞ്ഞാല്. നിന്ന് താമസിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെയാ. കിണറ്റിന്റെ ഉടം വരെ പുള്ളനാ കിട്ടണമെന്നേ നമ്മ പറയുന്നത്. ഇവിടെ ആര് വന്നാലും ഒരു പണി കിട്ടുന്നത് ഇതുമേന്നാണ്, ഈ സ്റ്റെയർ കേസുമേന്ന്. തല
തല എപ്പോ വേണമെങ്കിലും മുട്ടും. ഈ മേശ പിന്നെ ഇപ്പൊ അങ്ങോട്ട് ഇട്ടോണ്ട് കുറെ ആളുകൾക്ക് മുട്ടൂല. അച്ഛാ തല നോക്കണേ അച്ഛാ, തലയാണ് ഏറ്റവും വലിയ പ്രശ്നം. തലയില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. മൊട്ടത്തലയൊക്കെ പേട്ടത്തലയാവും. കാലോ പോയി കിടക്കുകയാണ് നമ്മോട് പറഞ്ഞു, കാലോ പോയി തല പോലെ. അതാ തല കൊണ്ട് മുട്ടിക്കുന്ന എൻ്റെ അമ്മയെ എന്ത് പേടിയാണ് അച്ഛൻ തല കൊണ്ടൊന്നും ഇങ്ങനെ വെക്കണമെന്ന്. ഹെൽമെറ്റ് ഒക്കെ ഇട്ടച്ചാ നല്ലത്, പൊടിയും പാറൂല. എണീക്കല്ലേ എണീക്കല്ലേ. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. അടിക്കും നോക്കിയപ്പോ ഇതിങ്ങനെ പോകും. കാലിനേക്കത് പുട്ടി പറ്റിയിട്ട് നോക്കി. ഇതായിരുന്നു ഭയങ്കര വൃത്തികേടെന്ന് പറയാനില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു പെയിൻറ്റ് ഇങ്ങനെ പൊളിഞ്ഞു പോകാൻ തുടങ്ങിയതിന് ശേഷം ഹാളിൽ ഭയങ്കര വൃത്തികേടാണ്. എപ്പോഴും പൊടിയായിട്ട് കിടക്കണ പോലെ ഞങ്ങൾക്ക് തോന്നല് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തന്നെ വിചാരിച്ചിട്ട്, ഇതൊന്ന് മെയിനായിട്ട് ഇത് ഞങ്ങൾ വിചാരിച്ചിട്ട് ഇത് ചെത്തിക്കളഞ്ഞിട്ട് നല്ലൊരു പെയിൻറ്റ് ഇവിടെ അടിച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചത്. ഈ ഉപ്പ് നഞ്ച് കയറുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പുറത്തും അകത്തും ഒക്കെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെയുള്ള കേട്ടോ. ഉപ്പ് നഞ്ചിൻ്റെയാണ് ഈ ഒരു പ്രശ്നം. ഇത് ഞങ്ങളുടെ ഈ ഏരിയകളിൽ എല്ലാ വീടുകളിലും ഉണ്ട് കേട്ടോ. ഇത് 8 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ ഇതിന് പെയിൻറ്റ് അടിച്ചിട്ട്. നിങ്ങൾ തന്നെ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അപ്പം തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ മുതലേ ഇത് പൊളിഞ്ഞു വരാൻ തുടങ്ങിയതാണ്. കണ്ട പുറത്ത് ഏകദേശം നല്ലൊരു ഡിസൈൻ പോലെ ആയിട്ടാണ് ഉള്ളത്. ഇങ്ങനെ എൻ്റെ ആയിട്ടാ. ഇതിനിപ്പോൾ അടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ തന്നെ ഡാം പ്രൂഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെയിൻറ്റാണ് വാങ്ങിച്ചേക്കണം കേട്ടോ. അത് നോക്കട്ടെ, ഒരു പരീക്ഷണമാണ്. ഒരു ചെരുപ്പ് പുറത്തിടാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി. അച്ഛൻ ചെരുപ്പ് ഇടണില്ല. അച്ഛൻ ചെരുപ്പ് ഇടണ്ടേ, ഞാനൊന്ന് അടിച്ചോളട്ടെ. ഇവിടെയൊക്കെ ഒന്ന് അടിക്കട്ടെ. അതൊരു ഡിസൈൻ ആയിട്ടുണ്ടാവും ഇപ്പം. അത് ഇങ്ങനത്തെ വളച്ചരട്ടിയപ്പോൾ ഒരു ഡിസൈനായത് അമ്മേ. അങ്ങനെ പുറത്തെ പോലെ തന്നെ നമ്മൾ അകത്തും ഒന്ന് ആ ഒരു സൈഡിൽ നനച്ച് തുടക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഒന്ന് നോക്കിയൊക്കെ നിൽക്കുകയായിരുന്നു. അമ്മ എന്തായാലും അതിനകത്തേക്ക് കൈ കടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ഉഴപ്പമല്ല, അതേ ഒരു ഉഴപ്പ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്തായാലും അവിടെ നിന്ന് അതിൻ്റെ ഇടക്കൊന്നും മാറുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചാൽ അന്ന് അമ്മ ചെയ്യട്ടെ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടക്കൊന്നും ഇങ്ങനെ വരുമ്പോൾ കണ്ട തലക്ക് പരിക്ക് പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കുമ്പിട്ട് വരണം കേട്ടോ. ഞങ്ങൾ പിന്നെ അത് ശീലമായി. അച്ഛന് പിന്നെ ഞങ്ങൾ അറിയാണ്ട് തന്നെ കുറേ ഇടിയൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അതൊന്നും അച്ഛന് പണീൻ്റെ ഇടയ്ക്കിൽ പിന്നെ അച്ഛൻ അതൊന്നും അറിയുക പോലും ചെയ്യില്ല. എന്ത് വേദന പറ്റിയാലും അച്ഛനെ അറിയൂല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് മുക്കി തുടച്ച് നല്ല വൃത്തിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ഈ ഒരു സാധനമാണ് ഞങ്ങൾ അടിക്കുന്നത്. എങ്ങാനും ഇത് പിടിച്ച് കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. കാരണം 2-3 പെയിൻറ്റ് ഇടലെന്ന് ചോദിച്ചിട്ട് ഇത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ തന്നെ ഈ ഒരു സാധനം ഡാം പ്രൂഫ് ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ ചേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാ. കാരണം ഇത് നിൽക്കുന്നത് ഇത് തന്നെയാണെന്നാണ് ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി ഇത് അടിച്ച് നോക്കുന്നുണ്ട്. എന്തായാലും ഒരു 2 വർഷം നിന്ന് കിട്ടിയാൽ ഞങ്ങൾക്കൊരു വലിയ കാര്യമാണെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ അടിക്കുന്നത്. കാരണം ഇതൊരു കൊല്ലം നിൽക്കുന്നില്ല എന്നേ, അതിനുള്ളിൽ ഇത് സാധനം പോവുകയാണ്. അതാണ് ഏറ്റവും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു പരസ്യം ചെയ്യുന്നതായിരിക്കും. അല്ല, ഇങ്ങനെ ഒരുപാട് പേര് ദുരിതമനുഭവിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കിത് അടിച്ചിട്ട് ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാട്ടെ. ഞങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഗുണമുണ്ടെങ്കിൽ ഞങ്ങൾ പറയാട്ടെ. എന്നാൽ നിങ്ങൾ വാങ്ങിച്ചടിച്ചോ, നോക്കട്ടെ. 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം. അല്ല, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ഡേറ്റ് ചെയ്തില്ല. എൻ്റെ അവസ്ഥയൊക്കെ ഞാനിവിടെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതാ ഇതുണ്ട് കണ്ട മേശ. ഇത് മുറിച്ചത് രജീഷാണ് കേട്ടോ. ഞങ്ങൾ വരുമ്പോഴേക്കും രജീഷ് പണിയും കഴിഞ്ഞ് അടിച്ച് തുടച്ച് വൃത്തിയാക്കി പോയി ചക്കൻ. നല്ല വൃത്തിയിലും നന്നായിട്ട് മുറിച്ച് തന്നവനത്. ഇവരെ ആരെയും ഇങ്ങോട്ടേക്ക് നന്ദു അമ്മ ഉണ്ടായ നന്ദുവിനെ അമ്മനെ ഒന്നും ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ടില്ല. പൊടിയെന്നും പറഞ്ഞിട്ട് എല്ലാരും പുറത്ത് നിർത്തിച്ചോളൂ. കട്ടൻ ചായ കണ്ടമ്മ, കട്ടൻ ചായ. അമ്മ എന്തോ കടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്ത് കടിയാണ്? കേക്ക് കേക്ക് തിന്നണ്ടാന്ന് വിചാരിക്കുക. അപ്പൊ അമ്മ കേക്കും കൊണ്ട് അമ്മ ഇടക്കിടക്ക് വരുമ്പോ ഇടക്കിടക്ക് കേക്ക്, അപ്പൊ വീണ്ടും തിന്നും. അങ്ങനെയാണ് തിന്നണ്ട. ഞങ്ങൾക്ക് നല്ല കൽത്തപ്പം മേടിച്ചിട്ട് വരായിരുന്നില്ലേ? കൽത്തപ്പം അവിടെ ഇല്ല. അല്ലെങ്കിൽ നല്ല കടിയെല്ലാം, ചിക്കൻ റോള്, പപ്സ്, ചിക്കൻ റോള്, സ്വീറ്റ് പൊറോട്ട, കണ്ണൂര് സ്വീറ്റ് പൊറോട്ട. കള്ളക്ക നോക്കട്ടെ, കള്ളക്ക മാമ കൊടുക്കും. അമ്മ പറയുന്ന കേട്ടോ, അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും കാണിക്കണ്ട. എന്നിട്ട് അമ്മ പറയുന്നത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. എപ്പോഴും അങ്ങോട്ട് പോണെന്ന്. ഇപ്പോഴും അമ്മ അങ്ങോട്ട് പോകണം. അമ്മ എന്താ കുട്ടിയോട്ട് കളിക്കുന്നത്?
കുപ്പിയുടെ വെക്ക് അമ്മ പറയുന്ന കേട്ടാ ഞാൻ പറഞ്ഞതാണ് ഇങ്ങോട്ട് വരുന്നില്ല വരുന്നില്ല അമ്മ ഇങ്ങോട്ട് വരുന്നില്ല പോലും എത്രയല്ലേ ആയിട്ടുള്ളൂ? രണ്ടാഴ്ചയല്ലേ ആയിട്ടുള്ളൂ വന്നു പോയിട്ട്. രണ്ടാഴ്ച ആയിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ നിങ്ങളെ സുഖമാസത്തിന് വിളിച്ചു വന്നല്ല, ഞാൻ പെയിന്റ് അടിക്കാൻ വിളിച്ചതല്ലേ. ഞാൻ പെയിന്റ് അടിക്കാൻ വിളിച്ചാൽ കൂലി കൊടുത്ത് വിടും. കൂലിയൊന്നും കൊടുക്കൂല. പെയിന്റടിക്കണ ആള് മാത്രം വന്നപ്പോലെ ഞാൻ വരുന്നത്. അതാ പറഞ്ഞത്, ഫ്രീ ഒന്നിനൊന്ന് ഫ്രീ, ഒന്നിനൊന്ന് ഫ്രീ ആണ്. അതങ്ങനെയാ. ഞാൻ ഇടയ്ക്ക് പോകുന്നുണ്ട്, എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് പോകുന്നുണ്ടില്ല. ഡ്രൈവർ കണ്ടോടത്ത് ഞാൻ ക്യാമറമാനും പോകുന്നത്. അപ്പോൾ അമ്മേൻ്റെ സങ്കടം കേട്ടില്ലേ നിങ്ങൾ? ഞാൻ എപ്പോഴും വരുന്നു, ഞാനിങ്ങനെ പോകുന്നു, ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് അമ്മക്ക് ഭയങ്കര വിഷമം. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും കാണിക്കണ്ട, ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും അങ്ങനെ ഇങ്ങനെ. അമ്മ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്തായാലും എനിക്കത് വലിയ കാര്യം തന്നെയാണ്. അത് കുറവായാലും കൂടുതലായാലും എല്ലാം എനിക്ക് വലിയ കാര്യം തന്നെയാണ്. അടിച്ചു കഴിഞ്ഞു ഇങ്ങോട്ടാണ് തൊട്ടാ. ആ ഇവ പൊളിച്ച് അതടിപൊളി. ഒന്നും കൂടി അടിക്കണം അല്ലേ? അയ്യാ കൊടുക്കച്ച അങ്ങോട്ട് അടിക്കട്ടെ. പെയിന്റ് ഒക്കെ അടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. പണ്ട് അങ്ങനെ ആയിട്ടില്ലേ നമ്മൾ? അതന്നെ അവളെ അമ്മായി നമ്മുടെ സ്വഭാവമാണ്. നമ്മുടെ അച്ഛൻ്റെ അമ്മേന്റെ സ്വഭാവമാണ്. അച്ഛൻ എന്തെങ്കിലും പണിക്ക് പണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പണിക്ക് ഇതുപോലെ ലൊട്ടിലൊടുക്ക് പണിക്കെല്ലാം ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളെ അച്ചാമ്മ വരും ഒരു ബ്രഷ് എടുത്തിട്ട്, കൊണ്ടാടാ ഞാനും ഒന്ന് അങ്ങോട്ട് അടിക്കട്ടടാന്ന് പറയും. പിന്നെ അവിടെ നടക്കണ യുദ്ധമാണ്, യുദ്ധം. അമ്മയും മോനും കൂടി. ഞാനൊന്ന് തൊടുമ്പോഴേക്കും നിനക്ക് ലാസ്റ്റ് അച്ഛൻ കളഞ്ഞിട്ട് പോണ ബ്രഷൊക്കെ എടുത്തിട്ട് പോയി റൂമിൽ വെച്ചിട്ട് മെല്ലിരുന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും. അപ്പോൾ അച്ചാമ്മനെ കുറ്റം പറഞ്ഞിരുന്ന ആളിതാ ഞങ്ങളിപ്പുറന്ന് അടിച്ചിങ്ങോട്ട് എത്തുമ്പോഴേക്കും അമ്മ അവിടെ അച്ഛൻ്റെ കൂടെ വർക്ക് തുടങ്ങി കേട്ടാ. അപ്പോൾ അമ്മക്ക് അതിന് പറയാനുള്ള ന്യായം എന്താണെന്നറിയോ? അച്ഛൻ പെയിൻറ്റും പാട്ട് എടുത്തു കഴിഞ്ഞാൽ പകുതി അതിനകത്ത് വെച്ചേക്കും, അത് തൂത്ത് വടിച്ച് അമ്മ അത് അത്രയും നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ പരിപാടി കേട്ടോ. അതിന് അമ്മ ഒരു ഡയലോഗും പറയുന്നുണ്ട് കേട്ടോ. കറിച്ചട്ടി പഠിച്ച ശീലമുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങ ഇത് പഠിക്കും. അപ്പം അവിടുത്തെ ഒരു കൂട്ട് പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റ് എടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പണി നാളെയാണ്. അപ്പം അത് മാത്രമല്ല പണി, ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഹാളൊന്നും ഒരിക്കലും കൂടി ഉണ്ട്. അപ്പം അതും കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുള്ള് കാണിക്കാട്ടോ. ഇതാ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അടിച്ചു വാരി വൃത്തിയൊക്കെ ആക്കി. ഇതാ ഇവിടെ ഒന്ന് ഇതൊന്ന് പോയപ്പോൾ തന്നെ ഒരു വൃത്തിയായ പോലെ ഉണ്ടല്ലേ. ആ പൊട്ടിപ്പൊളിഞ്ഞ അതൊക്കെ പോയപ്പോൾ തന്നെ ഇവിടെ കാണുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ബാക്കി പരിപാടിയുടെ എന്താണ് പണി നടക്കും. വീടിൻ്റെ പണി നടക്കുന്നതല്ല കാര്യം, അതെല്ലാം കഴിഞ്ഞൊന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കലാണ് പണി അല്ലേ അമ്മേ? വീണ്ടും പെയിന്റ് അടിക്കാന്ന്. അച്ഛൻ ഇതിങ്ങനെ കഴിഞ്ഞ് ഇവിടെ കുത്തിയിരുന്നിട്ട് ഒരു സമാധാനമില്ല. അച്ഛൻ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി ഇതിപ്പോൾ വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞ്. അപ്പം ഇതിപ്പോൾ രാവിലെ ഇനി അടുത്ത പരിപാടി. അപ്പം ഇപ്പം ഏകദേശം നല്ലൊരു വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നാളെ അച്ഛൻ ആദ്യം ഇവിടെയൊക്കെ വന്ന് വരക്കും. അങ്ങനെ അത് രാവിലെ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, രാവിലെ തന്നെ രണ്ടെണ്ണത്തിനും പോകണമെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഈ ഒരക്കലും പരിപാടിയൊക്കെ കഴിച്ചിട്ട് അച്ഛൻ എന്തായാലും അച്ഛനും അമ്മയും കൂടി രാവിലെ തന്നെ ചായയെല്ലാം കുടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോകുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം ഞങ്ങൾക്ക് പെയിൻറ്റ് അടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ പണി അവിയപ്പനെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോയത് കേട്ടോ. അവിയപ്പ് പെയിൻറ്റ് അടിക്കണമെന്ന് നോക്കി ഞാനിങ്ങനെ കസേര ഇട്ട് അവിടെ അങ്ങനെ കുത്തിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെ പരിപാടി. അപ്പോൾ എന്തായാലും ഏകദേശം ഇങ്ങനെയൊക്കെ ഈ ഒരു മട്ടത്തിലൊക്കെ ഞങ്ങൾ വീട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ എന്തായാലും അടുത്ത വീഡിയോയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.